ശിവേട്ടനെ കൊണ്ട് തോറ്റു. സൈറ, ഒരു 5 മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കണം. സൈറ, 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 സൈറ തുറക്കം. പഠിച്ചോനെ, ഇക്കാക്ക. ഇവന്റെ ഉദ്ദേശം എന്താ? എന്റെ മാറ്റർ എന്തുവാ? ദേവേട്ടാ, ദേവേട്ടാ. ഇന്ദു എന്റെ പേര് വിളിച്ച് പഠിക്കാൻ വന്നതാണോ? അല്ല. പിന്നെ? ദേവേട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കാൻ വന്നതാ. തനിച്ച് സംസാരിക്കാനുള്ള വിഷയങ്ങളൊന്നും ഇപ്പൊ നമുക്കിടയിൽ ഇല്ലല്ലോ. തന്നെയല്ല, വെറുതെ സംസാരിച്ച് സമയം കളയാൻ വേണ്ടിയല്ല ഞാൻ പിക്നിക്കിന് വന്നത്. ദേവേട്ടാ പ്ലീസ്. എന്ത് പ്ലീസ്? ദയവ് ചെയ്തെന്നൊന്ന് തനിച്ച് വിടുന്നു. പറയാനുള്ളതൊക്കെ എന്നേ വഴിയടഞ്ഞു പോയി. അതുപോലെ കേൾക്കാനുള്ളതും. ഞാനിപ്പോ ഇതിനൊന്നും പറ്റിയ മൂഡിലല്ല ഉള്ളത്. സോ പ്ലീസ് ലീവ് മീ അലോൺ. ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ദേവേട്ടൻ തനിച്ചിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സന്മനസ് ദേവേട്ടൻ കാണിക്കണം. ഇല്ലെങ്കിൽ എന്തിനു ദേവേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? മറ്റൊരാളുടെ തൃപ്തിക്ക് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനോ ഒന്നും ഇപ്പോ എനിക്ക് അറിയില്ല. എന്റെ ഇഷ്ടം എന്താണോ ഇനി അങ്ങനെ ജീവിക്കാനാ എനിക്ക് താല്പര്യം. ദയവ് ചെയ്ത് ഒന്നിന്റെയും പേരിൽ ഇന്ദു അതിനൊരു തടസ്സമാവരുത് പ്ലീസ്. എനിക്കറിയാം ദേവേട്ടന്റെ മനസ്സ് മുഴുവൻ എന്നോടുള്ള വെറുപ്പാണെന്ന്. അതിനൊരിക്കലും ഞാൻ ദേവേട്ടനെ കുറ്റപ്പെടുത്തുന്നില്ല. ഒക്കെ എന്റെ നാവ് പിഴ കൊണ്ട് സംഭവിച്ചതാ. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത് എന്തുകൊണ്ടാണെന്ന് ദേവേട്ടൻ അറിയണം. സത്യം പറഞ്ഞ ഒന്നും നിർത്തുന്നുണ്ടോ നിന്റെ ഈ കുമ്പസാരം? എനിക്കൊന്നും കേൾക്കണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ? എന്തിന്റെ പേരിലായാലും എന്റെ മുഖത്ത് നോക്കിയല്ലേ നീ അത് പറഞ്ഞത്? എന്നെ ഇഷ്ടമല്ലാന്ന്. എന്റെ ക്ഷമയെ പരീക്ഷിക്കാതെ ഇന്ദു പോവാൻ നോക്ക്. ആഹാ, ദേവേട്ടൻ ഇവിടെ ഇരുന്ന് തണുപ്പ് കൊള്ളുക. ചേച്ചിയമ്മ കാണണ്ടാട്ടോ ഈ ഇരിപ്പ്. വല്ല നിർദോഷം പിടിച്ചാലേ പിന്നെ അതിനും കൂടിയുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. വേണ്ട മൈദ, എനിക്ക് കുറച്ചേരം ഒന്ന് തനിയിരിക്കണം. നീ പോയിക്കോ. സത്യം ഞാൻ പറയുന്നേ, ഞാൻ കണ്ടു സൈറ തന്നെ. സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ റൂമിന്റെ അടുത്തുണ്ടെന്നേ. തൊട്ടപ്പുറം ഇപ്പുറം. എന്നല്ലെങ്കിൽ നാളെ കാണാം. ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ വിളിക്കാം, ഒരു മിനിറ്റ്. ഗുഡ് ഈവനിങ്. ആരാ? മനസ്സിലായില്ല. അത് തന്നെ എനിക്ക് തന്നോടും ചോദിക്കാനുള്ളത്. താൻ ആരാന്ന്? എന്റെ പേര് ഫിറോസ്. ഒരു ട്രാവലറാ. കുട്ടിയുടെ പേര്? എന്റെ പേര് മഹിത. ഈ ട്രാവലർ എന്ന് പറയുമ്പോ സഞ്ചാരി എന്നല്ലേ? എന്ന് വെച്ചാ
ലക്ഷ്യമില്ലാതെ അലയുന്ന ആൾ അല്ലേ? അതെ. പക്ഷേ അങ്ങനെ നോക്കുമ്പം നിങ്ങളൊരു ട്രാവലർ അല്ല, ഫോളോവറാ. മഹിത പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫോളോവർ എന്ന് വെച്ചാ ഇന്നത്തെ കാലത്ത് ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ താങ്കൾക്ക് പിടികിട്ടിയില്ലെന്ന് പറഞ്ഞാ അത് അത്ഭുതം തന്നെയാ. ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു സഞ്ചാരിയല്ല, മറിച്ച് ആരെയോ പിന്തുടരുന്ന ആളാ. എന്താ തർക്കമുണ്ടോ? ഞാൻ ആരാണെന്നോ എന്താണെന്നോ തൽക്കാലം നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നീ നിന്റെ പാട് പോക്ക്. ഓഹോ, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. സത്യം പറഞ്ഞോണം, താനല്ലേ ശിവേട്ടനെ ഫോളോ ചെയ്യുന്നേ? ശിവേട്ടൻ? ഏത് ശിവേട്ടൻ? വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യം പറയുന്നത് ഞാനല്ല, താനാ. തന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. അടിവാരം മുതല് താൻ ഞങ്ങളുടെ പിന്നാലെയുണ്ട്. മാത്രമല്ല, താൻ ശിവേട്ടന്റെ മുറിയിലെ മുട്ടി വിളിക്കുന്നതും ഞാൻ കണ്ടതാ. എന്താ ശിവേട്ടനുമായി തനിക്കൊരു രഹസ്യ ഇടപാട്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ ആളെ വിളിച്ചു കൂട്ടും. പിന്നെ എന്താ ഉണ്ടാവുന്നെന്ന് ഞാൻ പറയണ്ടല്ലോ. അതെ, നിന്റെ ഊഹം ശരി തന്നെ. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് തന്നെയാ ഇവിടം വരെ വന്നത്. പക്ഷേ ഞാൻ ഫോളോ ചെയ്തത് നീ കരുതും പോലെ ശിവനെയല്ല. പിന്നെ സൈറയെ തേടിയാ ഞാൻ വന്നത്. അവളെ കണ്ടിട്ട് ഞാൻ മടങ്ങും. സൈറേച്ചി തേടിയോ? എന്തിന്? സൈറേച്ചി തേടി വരാൻ താനാരാ? ഞാൻ ആരാണെന്നോ? ഞാൻ അവളുടെ ഭർത്താവ്. വ്യക്തമായി പറഞ്ഞാൽ ആദ്യ ഭർത്താവ്. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യമോ കള്ളമോ അല്ല ഞാൻ പറഞ്ഞത്. സത്യമാ, പരിപൂർണ സത്യം. ഇരിക്കുന്ന ദേവൻ. വാ. ദേവ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഞങ്ങള് മുറി ചെന്ന് നോക്കിയിരുന്നു. അതെ, ആ മഹിതയെ പറഞ്ഞ നീ ഇവിടെ ഉണ്ടെന്ന്. എന്താ ചേച്ചിയമ്മ, എന്തെങ്കിലും കാര്യമുണ്ടോ? വെറുതെ റൂമിൽ അടച്ചിരിക്കണ്ടെന്ന് കരുതി ഇവിടെ ഇരുന്നതാ. കാര്യമുണ്ടോന്ന് ചോദിച്ചാ കാര്യമുണ്ട്. നമുക്ക് മുറിയിരുന്ന് സംസാരിക്കാം. ഇവിടെ വെച്ച് പറയാവുന്നതല്ലെങ്കിൽ ഞാൻ മുറിയിലോട്ട് വരാം. എന്റെ മഹിയേട്ട, നമ്മുടെ മക്കളോട് സംസാരിക്കാൻ നമ്മൾ എന്തിനാ ഫോമലാവുന്നേ? അതിനതൊക്കെ അന്താരാഷ്ട്ര വിശേഷമൊന്നും അല്ലല്ലോ നമുക്ക് ഇവനോട് പറയാനുള്ളത്. എന്നാ നീ കാര്യം പറ. വേറൊന്നുമല്ല മോനെ, നിന്റെ മൂഡ് ഓഫിനെ പറ്റി ചോദിക്കാനാ ഞങ്ങള് വന്നത്. മൂഡ് ഓഫോ? എനിക്കോ? അതൊക്കെ ചേച്ചിയമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. മോനെ ദേവാ, ഇത് നമ്മുടെ ആദ്യത്തെ ഫാമിലി ടൂർ ഒന്നും അല്ല. വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിട്ട് ഇതിനു മുമ്പും നമ്മൾ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്. അന്നൊക്കെ നീയും ശിവനും വിഷ്ണുവാണ് ഞങ്ങളുടെ നേരം പോക്ക്. അടിച്ചുപൊളി മൂഡിലായിരിക്കും നിങ്ങള്. ശിവനും വിഷ്ണുവും ഇന്നും അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷേ നീ ഇന്നങ്ങനല്ല. എല്ലാത്തിൽ നിന്നും മാറി നീ മൗനമായിട്ടിരിക്കുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അതെ മോനെ, നിന്റെ ഉള്ളിൽ വലിയൊരു വിഷമം നീറിക്കിടപ്പുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞങ്ങളോട് പറ. അയ്യേ, നിങ്ങളിത് എന്തൊക്കെയാ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്? എനിക്ക് വയ്യാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത്. അല്ലാതെ എനിക്ക് എന്ത് വിഷമാ? ദേവാ,
ഞാൻ നിന്നെ കാണുമ്പോൾ എനിക്ക് എത്ര പ്രായമുണ്ടെന്ന് നിനക്കറിയോ? ഒരുപക്ഷെ അതൊന്നും നിനക്കും വിഷ്ണുവിനും ഓർമ്മയുണ്ടാവില്ല. അന്ന് തൊട്ട് ഈ നിമിഷം വരെ നിങ്ങൾ മൂന്നും ജീവിക്കുന്നത് ഈ കാണുന്ന ഭൂമിയിലല്ല, ദേ എന്റെ നെഞ്ചിനുള്ളില. അങ്ങനെയൊക്കെ നിങ്ങളെ ഉള്ളിൽ പോറ്റുന്ന എനിക്ക് നിന്റെയൊക്കെ സ്വഭാവമാറ്റം തിരിച്ചറിയാൻ കഴിയില്ലെന്ന് എന്റെ കുഞ്ഞിന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ചേച്ചിയമ്മ, എനിക്ക് മോനെ, നമുക്ക് ആരുടെ മുന്നിലും അഭിനയിക്കാം, കള്ളം പറയാം, ഒളിച്ചു കളിക്കാം. പക്ഷെ അമ്മമാരുടെ മുന്നിൽ മാത്രം അതൊന്നും നടക്കില്ല. പലതും അവരറിയുന്നില്ലെന്ന് മക്കൾക്ക് തോന്നും. പക്ഷേ അതല്ല സത്യം. അവർക്കെല്ലാം അറിയാം മോനെ, നമ്മുടെ ഉള്ളു പോലും. സത്യം പറ, എന്താ നിന്റെ സങ്കടം? ഇന്ദുവിനെ ചൊല്ലിയാണോ? ആണെങ്കി പറ, ചേച്ചിയും അവളോട് സംസാരിക്കാം. എനിക്കറിയാം നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. നീ അവളെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായി ഇന്ന് പലവട്ടം ചേച്ചിയമ്മയ്ക്ക് തോന്നി. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്തവനാണ് നീയെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ കുട്ടിയിപ്പോ വേറെന്തൊക്കെയോ ചിന്തയില്ല. എന്താ അത്? പറ. നിങ്ങളോട് ഞാൻ എന്ത് പറയാനാ ചേച്ചിയമ്മേ? ഈ ഒരവസ്ഥയില് ഇന്ദുവിനെ കുറിച്ചൊന്നല്ല, ഒന്നിനെ പറ്റിയും എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. എന്താ എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ലാതായിക്കൊണ്ടിരിക്കുക. എന്നാ ചേച്ചിയമ്മ മോനോടൊരു കാര്യം പറയട്ടെ. ഇവിടുന്ന് ചെന്നാലുടൻ നിങ്ങളുടെ വിവാഹം കൂടി നടത്താമെന്നാ ഞങ്ങള് വിചാരിക്കുന്നേ. അതെ, ഇനി അതിങ്ങനെ നീണ്ടുപോയാൽ ശരിയാവില്ല. അങ്ങും ഇങ്ങും വേദനിച്ചിങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക്? രണ്ടാൾക്കും എന്നോട് വിരോധമൊന്നും തോന്നരുത്. എനിക്കിപ്പം ഇങ്ങനൊരു വിവാഹം വേണ്ട. വേണ്ടാന്നോ? നീ എന്താ ഈ പറയുന്നേ? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ ചേച്ചിയമ്മേ. എന്തോ വിവാഹത്തിനൊന്നും പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ ഉള്ളത്. എന്തിനാ മോനെ നീ ഇങ്ങനെ ഭയപ്പെടുന്നേ? ഏറിപ്പോയ ഒരു 2 മാസം, അതിനുള്ളിൽ നീ പഴയതുപോലെ ആവില്ലേ? പിന്നെന്താ? അതെ, എന്ത് തന്നെ നിങ്ങൾ പറഞ്ഞാലും ഒരു വിവാഹ ജീവിതം ഞാനിപ്പോ സ്വപ്നം കാണുന്നില്ല. എന്തോ എന്നെ കൊണ്ടിപ്പോ അതിന് കഴിയുന്നില്ല. എന്റെ മനസ്സ് നിറച്ചും ഇരുട്ടാ ചേച്ചിയമ്മേ, ഇരുട്ട്. മോനെ, ഇന്ദു മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അവൾക്കൊക്കെ മനസ്സിലാവും ചേച്ചിയമ്മേ. ഞങ്ങളെ ഓർത്ത് ചേച്ചിയമ്മ ഒട്ടും വിഷമിക്കണ്ട. ദേ, നിങ്ങൾ രണ്ടാളും മറ്റുള്ളവരുടെ അടുത്തേക്ക് തൽക്കാലം ചെല്ല്. വെറുതെ എന്തിനാ അവരുടെയും കൂടി സന്തോഷം കെടുത്തുന്നേ? ചെല്ല് പ്ലീസ്. വാ ഗൗരി. എന്താ എടുത്തിമ്മേ? വിഷ്ണു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? പരിചയമില്ലാത്ത ഒരാളെ നീ ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? പരിചയമില്ലാത്ത ആളോ? ഇല്ല, അങ്ങനെ ആരെയും ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ എടുത്തിമ്മേ? വല്ല കുഴപ്പവും? എന്തോ ഒരു കുഴപ്പമുണ്ടാവാൻ പോകുന്നു എനിക്ക് തോന്നുന്നേ. എടുത്തിമ്മ ആരെ കുറിച്ചായി പറയുന്ന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിഷ്ണു, മഹിതയില്ലേ, അവളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവളിന്ന് ഒരാളുമായി കുറെ അധികം സംസാരിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ആഹാ, അതാണോ കാര്യം? ടൂർ വന്ന ഏതെങ്കിലും ഒരുത്തിനടുത്ത് സൊല്ലിയതാവും. അവളെ എടുത്തമ്മയ്ക്ക് അറിയാലോ. ഇതങ്ങനെയല്ല വിഷ്ണു, വെറും നിസ്സാരമായിട്ട് തള്ളിക്കളയണ്ട. മഹിതയോടൊപ്പം ഞാൻ കണ്ടവന്റെ ലക്ഷണം അത്ര പന്തിയല്ലായിരുന്നു. എന്തോ ഒരു ഗൂഢാലോചന പോലെയാ എനിക്ക് അവരുടെ സംസാരം ഫീൽ ചെയ്തത്.
എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? ഇവിടെ എവിടെയോ അവനുണ്ടെന്ന എന്റെ വിശ്വാസം. ദൂരേക്ക് പോകാൻ വഴിയില്ല. എന്നാ നമുക്കൊന്ന് തപ്പിയാലോ? അത് വേണ്ട. ഈ രാത്രി എവിടെയാന്ന് വെച്ചാൽ നമ്മൾ അവനെ തിരയുന്നത്. മാത്രമല്ല, നമ്മളിപ്പോ മറ്റൊരിടത്തും പോവാതെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഇവിടെ ഉണ്ടാവണം. ആർക്കോ എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. ആപത്താണേ അത് ഏടത്തിയമ്മയ്ക്ക് തന്നെ ആയിരിക്കും. കാരണം ഏടത്തിയാണല്ലോ അവളുടെ മുൻ ശത്രു. അതിലെനിക്ക് തീരെ ഭയമില്ല വിഷ്ണു. ഇനി അങ്ങനെ ആണെങ്കിലും പ്രശ്നമില്ല. എത്രയും പെട്ടെന്ന് മരിക്കാൻ പറ്റിയ അത്രയും നല്ലത്. നേറി നേറി മടുത്തു ഞാൻ. എന്താ ഏടത്തിയമ്മ ഇത്? ദൈവത്തെ ഓർത്ത് വേണ്ടാത്തൊന്നും പറയല്ലേ, എല്ലാം ശരിയാവും. ദൈവേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഏട്ടനെ കാട്ടുന്നതൊക്കെ ഏടത്തി ചൊടിപ്പിക്കാനാ, അല്ലാതെ സീരിയസ് ആയിട്ടൊന്നുമല്ല. ആ ടോപ്പിക്ക് നമുക്ക് വിടാം. നീ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നീ ആ മഹിതയെ വാച്ച് ചെയ്ത് നിന്നാ മതി. ഒരു കാരണവശാലും അവളിൽ നിന്ന് കണ്ണു തെറ്റരുത്. കാരണം അവൾ അറിയാതെ ഇന്നൊന്നും സംഭവിക്കില്ല. അത് ഞാൻ ഏറ്റു. ഇനി ഈ നിമിഷം മുതല് ഞാൻ ആ പിശാശിന്റെ പിന്നാലെ ഉണ്ട്. ഏടത്തി ധൈര്യമായിട്ടിരിക്കും. വാ. മഹി, നീ ഇത് എങ്ങോട്ടാ എന്നെ കൊണ്ടുപോന്നേ? എനിക്ക് തീരെ സുഖമില്ല. സൈറേച്ച് പേടിക്കണ്ട, ദാ ഇവിടം വരെ കൊണ്ടുപോകുന്നുള്ളൂ. എന്താ, സമാധാനായോ? നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് മറ്റാരും കാണുകയോ കേൾക്കുകയോ വേണ്ടെന്ന് കരുതിയാ ഞാൻ സൈറേച്ച് ഇങ്ങു കൂട്ടിയത്. എന്തുകൊണ്ടാ പെട്ടെന്ന് സൈറേച്ചയ്ക്ക് സുഖമില്ലാതായെന്ന് എനിക്കറിയാം. ഫിറോസിനെ കണ്ടതുകൊണ്ടല്ലേ? മഹി, നീ സൈറേച്ച് പേടിക്കണ്ട. ഞാനായിട്ട് ഇത് ആരോടും പറയാൻ പോകുന്നില്ല. എന്നെ വിശ്വസിക്കാം. ഞാൻ അയാളെ കണ്ടിരുന്നു. ഒക്കെ വിശദമായിട്ട് അറിയുകയും ചെയ്തു. സൈറേച്ചിയുടെ ആദ്യ ഭർത്താവാണല്ലേ ഫിറോസ്. കാര്യങ്ങളെല്ലാം അയാള് പറഞ്ഞു. ഭർത്താവോ? അയാളോ? മഹിതേ, പച്ച നുണ അയാള് പറയുന്നതെല്ലാം വിശ്വസിക്കരുത്. കള്ളനായാള്. അയാള് പറയുന്നതൊക്കെ ചിലപ്പോ കളവായിരിക്കും, തികഞ്ഞൊരു ഫ്രോഡും ആയിരിക്കും അയാള്. പക്ഷേ അയാളൊരു മാരേജ് സർട്ടിഫിക്കറ്റ് എന്നെ കാണിച്ചു. അതിലയാളുടെ ഭാര്യ സൈറേച്ചിയ. മംഗലാപുരത്തുള്ള ഏതോ ഒരു മുസ്ലിം പള്ളിയിലെ റെക്കോർഡാ ഫിറോസ് എന്നെ കാണിച്ചത്. പറയുന്നത് കളവാണെന്ന് ഞാൻ കരുതാം, പക്ഷേ കാണിച്ച തെളിവോ? ഇല്ല, ഞാൻ നിന്നോട് പറയാം. ചേച്ചി ഇമോഷണൽ ആവണ്ട, ഒന്ന് റിലാക്സ് ചെയ്ത് പറഞ്ഞാ മതി. അയാള് കാണിച്ച മാരേജ് റെക്കോർഡ് ഞങ്ങളുടെ പള്ളിയിലെ തന്നെയാ. പക്ഷെ അത് പ്രകാരം ഞാൻ അയാളുടെ ഭാര്യയാ. പക്ഷേ ഒരേ ഒരു വട്ടമേ ഞാൻ ഫിറോസിനെ കണ്ടിട്ടുള്ളൂ, അതും കൊച്ചുപ്പയുടെ കൂടെ. വർഷങ്ങൾക്ക് മുമ്പാണത്. ശിവേട്ടനിൽ നിന്നും എന്നെ പിരിച്ചതിന് ശേഷമാ അവരെന്റെ ബാപ്പയെ ഇല്ലാതാക്കിയത്. പക്ഷെ അപ്പോഴേക്കും അവശേഷിച്ച സ്വത്തെല്ലാം ബാപ്പ എന്റെ പേരിൽ എഴുതി വെച്ചിരുന്നു. അത് തട്ടിയെടുക്കാനായി കൊച്ചുപ്പ അയാളെ കൊണ്ട് എന്നെ നിക്കാഹ് കഴിപ്പിച്ചു. കൊച്ചുപ്പയുടെ ഭാര്യ ബന്ധുവാ ഫിറോസ്. ഒരു കൊടും ക്രിമിനല് കൂടിയ അയാള്. ഞങ്ങൾക്കിടയിൽ പെൺകുട്ടികളുടെ രക്ഷകർത്താവിന് അവൾക്ക് ആരെയും വിവാഹം കഴിച്ചു കൊടുക്കാം. പക്ഷെ അതിനു മുമ്പ് പെണ്ണും ചെറുക്കനും കണ്ടിഷ്ടപ്പെടണമെന്നുണ്ട്. കാരണം പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ വിവാഹം ചെയ്യാൻ പാടില്ല. ആ ചടങ്ങ് നടത്താൻ വേണ്ടി മാത്രം അയാൾ എന്നെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നത്. അന്നാ ആദ്യമായും അവസാനമായും ഞാൻ ഫിറോസിനെ കാണുന്നത്. പിന്നെ ഇന്നും എന്റെ സമ്മതം ഉണ്ടെന്ന് വരുത്തി തീർത്ത കൊച്ചുപ്പ അയാളുമായുള്ള എന്റെ വിവാഹം നടത്തിയത്. അങ്ങനെ എന്റെ സ്വത്തുക്കളൊക്കെ അവര് തട്ടിയെടുക്കുകയും ചെയ്തു. അതാണ് മഹിതേ സത്യം. അല്ലാതെ അയാൾ എന്റെ ഭർത്താവൊന്നും അല്ല. ദേ, ശിവേട്ടന്റെ താലിയാണ് സത്യം. അയ്യേ, ചേച്ചി കരയാതെ. ആ ദുഷ്ടനോട് പോവാൻ പറ. ഈശ്വരനില്ലേ നമ്മുടെ കൂടെ.
എനിക്കിപ്പോ വല്ലാത്ത പേടിയാ മഹി. എന്തിനാ അയാൾ എന്നെ തേടി വന്നെന്നോർത്ത് നെഞ്ച് വിറയ്ക്കുക. എനിക്കറിയില്ല, ഒന്നും എനിക്കറിയില്ല. എന്തായാലും സൈറേച്ച് ധൈര്യമായിരിക്കും. അയാളുടെ സംസാരത്തിൽ നിന്ന് ഉപദ്രവിക്കാനല്ല വരവെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ പിന്നെ എന്തിനാ ഇവരൊക്കെ എന്നെ ഇപ്പോഴും പിന്തുടരുന്നത്? അതെനിക്കറിയില്ല, എന്നോട് അയാൾ പറഞ്ഞുമില്ല. പക്ഷേ അയാളുടെ ആവശ്യം സൈറേച്ചയെ കണ്ട് സംസാരിക്കല, അത് മാത്രം എന്നോട് പറഞ്ഞു. സംസാരിക്കാനോ? എന്ത് സംസാരിക്കാൻ? അത് അയാളല്ലേ പറയേണ്ടത്, ഞാനല്ലല്ലോ സൈറേച്ചി. വേണ്ട, എനിക്ക് അയാളോട് സംസാരിക്കണ്ട. ഞാനെല്ലാം ചേച്ചിയമ്മോടും ശിവേട്ടനോടും പറയാൻ പോവാ. അയാൾ അവരോട് സംസാരിക്കട്ടെ, എന്താന്ന് വെച്ചാ. അതൊക്കെ സൈറേച്ചിയുടെ ഇഷ്ടം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. പെണ്ണിനെ കുറിച്ചൊരു ചെറിയ കരട് മനസ്സിൽ വീണാ മതി പുരുഷൻ അവളെ മറക്കാൻ.